പൊതുവെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ മൊത്തത്തിലുള്ളൊരു മാർക്കറ്റ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇക്വിറ്റി ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് വളരെ ഒരു ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമേ ആ രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പാർട്ടിസിപ്പേഷൻ നടത്തുന്നുള്ളൂ. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഇത് തന്നെ NRIs നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ത്രൂ ഔട്ട് ഇന്ത്യ ഉള്ള NRI കസ്റ്റമർ ബേസ് നോക്കിയാൽ അതിൽ നല്ലൊരു ഷെയർ നമുക്ക് കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ കേരളീയർ നമ്മൾ മലയാളികൾ പൊതുവെ ഇപ്പോഴും കുറേയൊക്കെ ഒരു ട്രഡീഷണൽ അപ്രോച്ച് തന്നെയാണ് കൂടുതലും കണ്ടുവരുന്നത്. അതായത് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള FD ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കുറി അഷ്വേർഡ് റിട്ടേൺ പ്ലാനുകൾ പിന്നെ റിയൽ എസ്റ്റേറ്റ് ഈ ഒരു രീതിയിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കൂടുതലും ഇപ്പോഴും ആൾക്കാർ അത് തന്നെയാണ് ഒരു പ്രിഫറൻസ് ആയിട്ട് വയ്ക്കുന്നത്. ഇത് കുഴപ്പമുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, പക്ഷേ ഒരു ലോങ് ടേം ആംഗിളിലേക്ക് നോക്കുമ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തിട്ടുള്ളൊരു റിട്ടേൺ നോക്കുമ്പോൾ അത്ര അഡ്വാൻറ്റേജ് കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നീട് നമുക്ക് മറ്റൊരു ആംഗിളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ FD അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ നിന്ന് വരുന്ന ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് വന്നതിന് ഒരു ടാക്സ് പോർഷനും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അത്ര ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ളൊരു റിട്ടേൺ ജനറേറ്റ് ആവുന്നില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ഗോൾ ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ ലോങ് ടേം ഗോൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ച് ഒന്ന് ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടി മെച്ചം കിട്ടുന്ന നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് ഇപ്പോൾ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സിനെക്കാട്ടും കുറച്ചുകൂടി ഹൈ റിട്ടേൺ ജനറേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്.